കലാസ്നേഹികളെ, നമ്മുടെ പീഡിക നാടക തിയേറ്ററിന്റെ രണ്ടാമത്തെ നാടകാവതരണമാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ നാടകാവതരണത്തിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നിടവിട്ട ആഴ്ചകളിലാണ് ഇവിടെ നാടകം നമ്മൾ കളിക്കുന്നത്. ഈ നാടകത്തിൽ എത്തിച്ചേരാമെന്ന് എത്തിയിരുന്ന ചില നടന്മാർ ഇവിടെ എത്തിച്ചേരാത്തതുകൊണ്ട് നാടകത്തിന്റെ ചില രൂപവും ഭാവമൊക്കെ മാറിയ രീതിയിലാണ് നാടകം ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നാടകത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും നാടക തിയേറ്ററിന്റെ നാടക തിയേറ്ററിന്റെ സ്വാഗതം. എത്തിച്ചേരാവുന്ന എത്തിയിരുന്ന ചില സുഹൃത്തുക്കളെ നാടകത്തിന് വന്നില്ല. ഇന്ന് എത്തിച്ചേരാമെന്ന് വിചാരിച്ചിരുന്ന ചില സുഹൃത്തുക്കള് നാടകം അഭിനയിക്കാൻ വന്നില്ല. ഇവരല്ല ഇവര് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഏട്ടന്മാരാണ്. പക്ഷെ ഇവർ മാത്രം പോരല്ലോ. ഒരു നാടകം നോക്കിയവരൊക്കെ എനിക്ക് ഉണ്ടാകുന്ന മാത്രം പോരാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില വിഷയങ്ങൾ നമ്മൾ നാടകത്തിനോട് അടുത്ത് ചെയ്യുമ്പോൾ ചിലർക്ക് അതിനോട് ചില ന്യൂനതകളുണ്ടാകാം. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിന്റെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നാക്കം നിൽക്കാൻ പാടില്ല. ഇവിടെ സംഭവത്തില് അതാണ് ഇപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നം കാണിക്കും. നമ്മള് ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മലയാള സിനിമ വളരെ ദുർഘടമായ അവസ്ഥയോടെ നമ്മൾ പോകുന്നത്. നമുക്കൊക്കെ വിഷമുണ്ട്. നമ്മളൊക്കെ മലയാള സിനിമയെ മലയാള സിനിമ എന്നുള്ള സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്നവരാ, എന്നോട് ചേർക്കുന്നവരാ. പക്ഷെ ഇന്നത്തെ ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് കിട്ടിയത് ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരെ മാത്രം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ നാടകം എങ്ങനെ പൂർത്തിയാക്കുക? എനിക്ക് വേണ്ടത് ഒരു 5 or 10 നടന്മാരും 1 or 2 നടികളും മാത്രമേ ആവശ്യമുണ്ടായിരുന്നു. സിനിമയാണ് ഞങ്ങളില്ല. സിനിമ തൊട്ടിട്ടുള്ള ഒരു കളിയില്ല. നമ്മൾ സിനിമയെ എന്ത് ചെയ്യാനാണ്? സിനിമയെ നമ്മള് ഇല്ല. നമ്മൾ സിനിമയ്ക്കുള്ളിൽ ചില ദുർഘടങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമോ? എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ട് വേണ്ട മലയാള സിനിമയെ കുറിച്ച് അവർക്കറിയാം. പക്ഷെ ഇത് അവതരിപ്പിക്കാൻ ഞാൻ മുന്നിട്ട് വന്നപ്പോ ഇവർ രണ്ടുപേരും മാത്രമേ എന്നോട് വന്നുള്ളൂ. ഡയലോഗ് പോലും ചോദിച്ചില്ല. എന്തിനാ പറയണ്ടെന്ന് ചോദിച്ചില്ലോ. അതാണ് അതിനോടുള്ള ഡെഡിക്കേഷൻ. ജൂനിയർ ആർട്ടിസ്റ്റാണ് സിനിമയിൽ. ജൂനിയർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല. പക്ഷെ അഭിനയത്തിൽ എന്റെ കൂടെ പിടിച്ചാൽ പോരും. പക്ഷേ സിനിമയെ നമ്മൾ നശിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. മലയാള സിനിമയെ ഏത് രീതിയിലായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ഈ നാടകത്തിനോട് ഉദ്ദേശിക്കുന്നത്. നാടകം ഒരിക്കലും ഒരു കലയെയും അപമാനിക്കാനല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോ സിനിമയിൽ മാത്രമാണോ കിടന്നത്? ആണോ? സിനിമയിൽ മാത്രമല്ല കിടന്നുള്ളത്, എല്ലാ മേഖലയിലും ഇല്ലേ? ഇപ്പോ വേറെ മേഖലകളിൽ വരുമ്പോ ആളുകൾക്ക് അതിനെക്കുറിച്ച് അവതരിപ്പിക്കാനൊന്നും മടിയില്ല. മറ്റുള്ള സിനിമകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിസന്ധികളായിരിക്കും. അതൊന്നും എടുക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നതല്ല. മലയാള സിനിമയിൽ മാത്രമല്ല ഈ പ്രതിസന്ധി വന്നത്. സിനിമയിൽ മാത്രമല്ല, ഇപ്പോ മറ്റു മേഖലകൾ, മാധ്യമ മേഖലകൾ, വേറെ എന്തൊക്കെ മേഖലകളുണ്ട്, ആ മേഖലകളിലൊക്കെ ഈ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ അതിനെ എന്തോ ഒരു പ്രത്യേകതരം രൂപക്കൂടുതൽ വെച്ച് നമ്മളൊക്കെ അളന്ന് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. പക്ഷെ